ശാസ്ത്രീയ യജുർവേദ പഠനം ക്ലാസ് 88 നമ്മൾ 16-ാമത്തെ അധ്യായമായിട്ട് 41 മുതൽ 50 വരെയുള്ള മന്ത്രങ്ങളാണ് നോക്കുന്നത്. ഇതിലെ ദേവത രുദ്രൻ തന്നെയാണ്. രുദ്രൻ എന്ന് പറയുന്നത് ആറ്റമായിട്ട് കാണണം. അപ്പം ആറ്റത്തിൻ്റെ സ്വഭാവ വിശേഷം, ആറ്റങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള പല പരാമർശങ്ങൾ നടത്തുകയാണ്. നമുക്കറിയാം, ആറ്റങ്ങളെ കൊണ്ടാണ് ഈ പ്രപഞ്ചമെല്ലാം, പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ഉണ്ടാക്കിയിരിക്കുന്ന ആറ്റം കൊണ്ടാണ്. എല്ലാ ഊർജവും പുറത്തേക്ക് വരുന്നത് ഈ ആറ്റങ്ങളിൽ നിന്നെല്ലാം തന്നെയാണ്. അതുകൊണ്ട് സ്വാഭാവികമായി ഇവിടെ പറയാൻ പോകുന്ന എല്ലാറ്റിലുമുള്ള സാധനം രുദ്രനാണ് എന്നാണ് പറയാൻ പോകുന്നത്. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ പറയുന്നത് അങ്ങാണ് ശാന്തി നൽകുന്നത്. നമ്മളെ മനസ്സിന് ശാന്തി കിട്ടുന്നത് എപ്പോഴാണ്? നമ്മളെ മനസ്സിൽ രാസപ്രവർത്തനങ്ങളൊന്നും അത്ര ആക്റ്റീവ് അല്ലാതെ ശാന്തമായ ഒരവസ്ഥയിലേക്ക് നിൽക്കുമ്പോഴാണ്. നേരെ മറിച്ച് ദേഷ്യമെല്ലാം വരുമ്പം പല ഗ്രന്ഥികളും പലതും ഉൽപ്പാദിപ്പിച്ചെന്ന് വരും. അതിൻ്റെ ഫലമായിട്ട് നമ്മൾ ആക്റ്റീവായെന്ന് വരും. ഇപ്പം ശാന്തമാക്കുന്നതും നമ്മുടെ ശരീരത്തിലുള്ള മനസ്സിനെ ശാന്തമാക്കുന്നതും എല്ലാം രുദ്രൻ തന്നെയാണ്. അങ്ങ് സന്തോഷത്തിൻ്റെ സങ്കേതമാകുന്നു. നമ്മൾ സന്തോഷിക്കുമ്പോഴും മനസ്സിൽ ഗ്രന്ഥികളിലെ മാനസികപരമായിട്ട് ചെറിയ രാസപ്രവർത്തനങ്ങൾ നടക്കുമ്പോഴാണ് നമ്മൾ സന്തോഷം ഉണ്ടാകുന്നത്. ദുഃഖമുണ്ടാകുമ്പോൾ ശരീരം ക്ഷീണിക്കും. സന്തോഷമുണ്ടാകുമ്പോൾ ശരീരത്തിനൊരു പ്രസരിപ്പെല്ലാം വരും. അപ്പോൾ ഇതെല്ലാം ശരീരത്തിൽ എന്തുണ്ട്? അതെല്ലാം ചില രാസപ്രവർത്തനങ്ങളിലൂടെയാണ് നടക്കുന്നത്. അതിലെല്ലാം പങ്കെടുക്കുന്ന കക്ഷി രുദ്രനാണ്, ആറ്റങ്ങളാണ്. ശാന്തി നൽകുന്നതും ആനന്ദത്തെ നൽകുന്നതും ശിവനുമായ അങ്ങേക്ക് നമസ്കാരം. അങ്ങനെയുള്ള അങ്ങേക്ക് നമസ്കാരം. നാഡീഞരമ്പുകളുടെ പ്രവർത്തനങ്ങളെല്ലാം രാസപ്രവർത്തനങ്ങളിലൂടെയാണ്. അങ്ങ് മംഗളാനുഗ്രഹം നൽകിയാണ്. നമ്മളപ്പം മനസ്സിൻ്റെ എല്ലാം ശാന്തമായ പ്രവർത്തനത്തിനെല്ലാം സഹായിക്കുന്നത് ശരീരത്തിൽ നടക്കുന്ന ചില രാസപ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് നമ്മളെ ശാന്തമാക്കിയാണ്. അതല്ലേ ചെറിയ ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴും നമുക്ക് വിചാരങ്ങളെല്ലാം ഉണ്ടാക്കുന്നതിന് ഭക്ഷണങ്ങൾക്കെല്ലാം വലിയ പങ്കുണ്ട്. അപ്പോൾ അത് ശരീരത്തിൽ ചെന്നിട്ട് ചില രാസപ്രവർത്തനം, അതെല്ലാം കൊണ്ടാണ് മദ്യം കഴിക്കുമ്പോൾ ഏതെല്ലാം അവസ്ഥയിലേക്ക് മനസ്സെത്തിപ്പോകുന്നത്. അതിലുള്ള രാസവസ്തുക്കൾ നമ്മളെ മനസ്സിൻ്റെ നാഡികളെയെല്ലാം സ്വാധീനിക്കുന്നുണ്ട്. ഇനി 42 അപ്പുറവും പാർശ്വത്തിലുമെല്ലാം തിരിച്ചു വരുന്നവരും എല്ലാം അങ്ങ് തന്നെയാണ്. നീർച്ചാലിലുള്ളത്, പുൽനാമ്പുകളിലുള്ളത്, പതയിലുള്ളത് എല്ലാം അങ്ങ് തന്നെയാണ്. വെള്ളത്തിൻ്റെ പതയിലുള്ളത് എന്താണ്? നൊര എന്ന് പറയുന്നത് എന്താണ്? ആറ്റങ്ങൾ തന്നെയാണ്. വെള്ളത്തിലെ തന്മാത്രകൾ അകന്നകന്ന് പതമാതിയാകുമ്പോൾ അതിലുള്ളതും എന്ത് തന്നെയാണ്? ആറ്റങ്ങൾ തന്നെയാണ്. ഇനി 43 മണലങ്ങാണ്, പ്രവാഹമങ്ങാണ്. മണൽ എന്ന് പറയുന്നത് എന്താണ്? ആറ്റങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാണ്. പണ്ട് പറഞ്ഞിട്ടുണ്ട് ചുടലപ്പറമ്പിലുണ്ട്. എന്തുകൊണ്ട്? അവിടെയാണ് ഏറ്റവും ഭസ്മമാകുമ്പോൾ കാർബണാണല്ലോ. ശരിയായ ആറ്റം എന്ന് പറയുന്ന കാർബണാണ്. മണ്ണ് എന്ന് പറയുന്നത് സംയുക്തമാണ്. അപ്പം ശരിയായ കാർബൺ ആറ്റത്തെ കാണിക്കൽ ചുടലപ്പറമ്പിൽ പോകണം. ഇപ്പം മണ്ണിലെല്ലാം ഉണ്ടെങ്കിൽ കാൽസ്യം മറ്റേ സംയുക്തങ്ങൾ സിലിക്കൺ ഡയോക്സൈഡ് മാലിയുടെ എല്ലാം കൂടിച്ചേർന്നതാണ്. അതിൻ്റെ കൂടെ വെള്ളവും എല്ലാം കാണും. വെള്ളമൊന്നും ആറ്റമല്ല, ആറ്റം കൊണ്ട് ഉണ്ടാക്കിയതാണ്. എന്നാൽ ചുടലപ്പറമ്പിൽ കത്തിക്കരിഞ്ഞ് വരുമ്പോൾ അവിടെ ഭസ്മമായിട്ട് വരുന്നത് കാർബണാണ്. അപ്പോൾ അവിടെ നമുക്ക് യഥേഷ്ടം രുദ്രനെ കാണാം. ഗുഹയിൽ കഴിയുന്നവനും, ഗുഹയിൽ കഴിയുന്നതാണ് ഞാൻ ആദ്യം പറഞ്ഞു. ആറ്റത്തിൻ്റെ ഘടന എങ്ങനെയാണ്? ഒരു കിണർ പോലെ, ഒരു ഗുഹ പോലെ, അതിൻ്റെ നടുവിൽ ഒരു ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസിലാണ് ആരുള്ളത്? ശിവൻ ഇരിക്കുന്നത്. യോഗ്യസ്ഥാനത്ത്, അവിടെ യോഗ്യമായ സ്ഥാനത്ത് അങ്ങനെ ന്യൂക്ലിയസിൽ സ്റ്റഡിയായിട്ട് നിൽക്കുകയാണ്. അങ്ങേക്ക് നമസ്കാരം.
പുലസ്ത്യനായ അങ്ങേക്കും നമസ്കാരം. ഇനി 44. കോട്ടയിൽ വസിക്കുന്നവർ. കോട്ട എന്ന് പറഞ്ഞാൽ വളച്ചു കെട്ടിയിട്ട് അതിൻ്റെ അകത്താണ് നിൽക്കുന്നത്. ആറ്റത്തിൻ്റെ ഘടന ഓർത്തോളണം. ഒരു വലിയ അതിന് ചുറ്റും ഓർബിറ്റുകളുണ്ട്. ഓർബിറ്റുകളിലൂടെ ഇലക്ട്രോൺ ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ നടുവിലാണ് ആശ നിൽക്കുന്നത്. ആര്? ഈ രുദ്രൻ, ആറ്റം, ന്യൂക്ലിയസ്. അതുകൊണ്ട് കോട്ടയിൽ വസിക്കുന്നവനും പശുത്തൊഴുത്തിൽ വസിക്കുന്നവനും, പശുത്തൊഴുത്തിൽ പശു തിന്ന് മറ്റേ കളയുമ്പോൾ ചാണകം ഇടുമ്പോൾ അതിൻ്റെ അകത്ത് എന്തുണ്ട്? ആരിലോ പ്ലൂട്ടോണിയം ഉണ്ട് എന്നെല്ലാം പറയുന്നുണ്ട്. പ്ലൂട്ടോണിയം എല്ലാം ആറ്റം തന്നെ ഉണ്ടെങ്കിൽ അല്ല, അതിൻ്റെ അകത്തും കാർബണെല്ലാം തിന്നിട്ട് വേസ്റ്റ് വരുമ്പോൾ കാർബൺ അതും ഇതെല്ലാം കാണുമായിരിക്കും. ചാണകം എന്നെല്ലാം പറയുമ്പോൾ അവസാനം അതിലെല്ലാം കാണും. അപ്പം കാലിത്തൊഴുത്തിലും ഉണ്ട് ആര്? രുദ്രൻ. നമ്മൾ രുദ്രനെ വിചാരിക്കുന്നുണ്ട് ഹിമാലയത്തിൻ്റെ മേലെ എവിടെയോ കൈലാസത്തിലാണ്. നമ്മൾ ആത്മീയ ആചാര്യന്മാരെല്ലാം വലിയ ടൂർ സംഘടിപ്പിക്കുക. എവിടത്തേക്ക്? കൈലാസത്തിലേക്ക്, ശിവനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ആലോചിക്കുകയാണ്, ഒരു കാലിത്തൊഴുത്തിലേക്ക് രുദ്രനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ടൂർ സംഘടിപ്പിച്ചാലോ. നാളെ കിട്ടുമെങ്കിൽ സംഘടിപ്പിക്കാമായിരുന്നു. എന്തായാലും അവിടെ കൈലാസത്ത് പോകുന്ന അത്ര ചിലവൊന്നും ആവില്ല. ശിവനെ കാണാൻ കാലിത്തൊഴുത്തിലേക്ക് അല്ലെങ്കിൽ ചുടലപ്പറമ്പിലേക്ക് ഒരു തീർത്ഥാടന യാത്ര. ആള് വരുമോ എന്തോ. കാഴിത്തൊഴുത്തിൽ വസിക്കുന്നവനും തൽപ്പത്തിൽ വസിക്കുന്നവനും പ്രാസാദത്തിൽ വസിക്കുന്നവനും ആഴത്തിൽ വസിക്കുന്നവനും, ഇതെല്ലാം ഒരു പ്രത്യേക തരത്തിൽ പറയുകയാണ്. ആഴത്തിൽ അങ്ങാണ്, അങ്ങ് ബ്രഹ്മചാരിയാണ്. ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ബ്രഹ്മചാരിയാണ്. അത് ആരുമായിട്ട് കൂടിച്ചേരില്ല. ബാക്കിയെല്ലാം ഇങ്ങനെ പുറത്ത് ചുറ്റിയാണ്. തൃണങ്ങളിൽ വസിക്കുന്നതിന്, പുല്ലിലെന്തുണ്ട്? പുല്ലെന്ന് പറയുന്നത് തന്നെ ആറ്റങ്ങൾ കൊണ്ടുണ്ടാക്കിയാണ്. പിന്നെ പുല്ലിൽ ആ പച്ചയിൽ ക്ലോറോഫില്ല് നേരത്തെ എടുത്തു പറയുന്നുണ്ട്. ക്ലോറോഫില്ല് ആ ആറ്റങ്ങളാണ് പെട്ടെന്ന് ഇലക്ട്രോണെല്ലാം പുറത്തേക്ക് വിടുന്നത്. പിന്നെ ഈ ഗുഹയിൽ കഴിയുന്നവരും എന്ന് പറയുകയാണ്. അങ്ങേക്ക് നമസ്കാരം. ഗുഹ എന്ന് പറഞ്ഞപ്പോൾ ആറ്റം ഒരു ഗുഹ മാതിരിയാണ്. പടം എടുത്ത് നോക്കിയാൽ മതി. അതിൻ്റെ കേന്ദ്രമാരിയാണ്, ഗുഹമാരിയാണ്, ആമമാരിയാണ്. ആമേൻ്റെ ആയിട്ട് ആമയുടെ അവതാരം ന്യൂക്ലിയസിനെ പിടിച്ചു വെച്ചിട്ട് ഉണ്ടാകുന്ന ആറ്റം, ആദ്യം ഉണ്ടാകുന്ന ആറ്റം ആമയുടെ രൂപത്തിലാണ്. അതുകൊണ്ട് ആമയുടെ അവതാരം എന്നെല്ലാം പറയും. ഇനി 45 ഈ പറയുന്നതെല്ലാം വെച്ചിട്ട് ചിന്തിച്ചിട്ട് രൂപം മനസ്സിലായിക്കൊള്ളണം. ഈ ഉദാഹരണങ്ങളെല്ലാം വെച്ചിട്ട്. അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാരെ പാടുപെട്ട് ആറ്റത്തിൻ്റെ ഘടന കണ്ടുപിടിക്കുക. എത്ര കാലം, എത്ര കോടികൾ ചെലവിട്ടിട്ടാണ് കണ്ടെത്തിയത്. ഇതെല്ലാം വ്യാപിച്ചിട്ട് ബുദ്ധിപരമായിട്ട് ചിന്തിച്ചാൽ ഏകദേശം ആറ്റത്തിൻ്റെ ഘടന കണ്ടെത്താൻ പറ്റും. ഇനി 45 ശുഷ്ക കേശങ്ങളിൽ, നമ്മളെ കേശങ്ങളിലുണ്ട്, നേരിയ കേശത്തിലുള്ളത് എന്താണ്? ആറ്റങ്ങളെ കൊണ്ട് നിർമ്മിക്കുകയാണ്. അങ്ങേക്ക് പ്രണാമം. ഹരിതാഭ കേന്ദ്രത്തിലും രേണുക്കളിലും അണുക്കളിലും വിളവുകളിലും വസിക്കുന്ന അങ്ങേക്ക് നമസ്കാരം. അതായത് ചെടികളുടെ ഇലകളിലുണ്ട്, രേണുക്കളിലുണ്ട്. ഏത് രേണുക്കളെടുത്താലും, ഏത് അണുക്കളെ എടുത്താലും, ഏത് അണുവിനെ എടുത്താലും അതിലെല്ലാം ഇരിക്കുന്നത് രുദ്രനാണ്. ഭൂമിയിലുള്ള അങ്ങേക്ക് നമസ്കാരം. ഭൂമിയിലുള്ള ഏതെടുത്താലും അതിലെന്തുണ്ട്? രുദ്രനുണ്ട്. ഭൂമിയിൽ എന്തെല്ലാം ഉണ്ട്? പുല്ലെടുത്താൽ അതിലുണ്ട്, മണ്ണെടുത്താൽ അതിലുണ്ട്, ജലം എടുത്താൽ അതിലുണ്ട്, വായു എടുത്താൽ അതിലുണ്ട്, എല്ലാത്തിലും ഉണ്ട്. വെള്ളം കെട്ടിക്കിടക്കുന്ന അടുത്ത് വസിക്കുന്ന അങ്ങേക്ക് നമസ്കാരം. എവിടെയെങ്കിലും വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അവിടെയും, അത് ചളിവെള്ളമായാലും വേണ്ടിയില്ല, അവിടെയും രുദ്രനുണ്ട്. അപ്പം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കും. ഇങ്ങനെ കണ്ടെടുത്തെല്ലാം പറയുകയാണ്. അങ്ങനെ എല്ലായിടത്തുള്ള സാധനം എന്താണ്? ആറ്റം തന്നെ. വേറെ എന്താണ്?
അല്ല, വെള്ള തന്മാത്രേനെ പറയാൻ പറ്റൂല. കാരണം പാറപ്പുറത്ത് വെള്ളം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പം ഇത് എല്ലായിടത്തും പറയുകയാണ്. എല്ലായിടത്തും ഉള്ള സാധനം അപ്പം എന്തേ ആവുള്ളൂ? ആറ്റമേ ആവുകയുള്ളൂ. ഇനി 46 ഇലയായ അങ്ങേക്കും. ഇലയിൽ ആകുന്നത് അങ്ങ് തന്നെയാണ് ഇല. അപ്പം ഇലയിൽ എന്തിനെ കൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് ഒരു കെമിസ്ട്രി പഠിച്ച ആളോട് ചോദിച്ചു നോക്ക്. ആറ്റങ്ങളെ കൊണ്ടാണ്. ഉണങ്ങിയ ഇലയിലും പച്ചയിലയിൽ വേണമെന്നില്ല, ഉണങ്ങിയ ഇല എടുത്തിട്ട് നോക്കിക്കോ, അതിൻ്റെ അകത്ത് എന്താണുള്ളത്? ആറ്റം തന്നെയാണ്. ഘടനയിൽ മാറ്റം വരും. പച്ചയിലയിലുള്ള ആറ്റമിക് സ്ട്രക്ചർ ആയിരിക്കില്ല, അതിൻ്റെ മോളിക്കുലർ സ്ട്രക്ചർ ആയിരിക്കില്ല ഉണങ്ങിയ ഇലയിലുള്ളത്. പക്ഷെ എന്നാലും അതിൻ്റെ അകത്ത് ആറ്റം കാണും. ഉയർന്ന കയ്യുമായി നിൽക്കുന്ന അങ്ങേക്കും. ഉയർന്ന കൈ എന്ന് പറഞ്ഞാൽ ആറ്റത്തിന് എന്തുണ്ട്? എപ്പോഴും ഒരു ബോണ്ടുണ്ട്. സിംഗിൾ ബോണ്ടോ ഡബിൾ ബോണ്ടോ എന്തുകൊണ്ട്? കൈ എന്തിനാണ്? മറ്റേനെ പിടിക്കാൻ വേണ്ടിയിട്ട്. ആറ്റം ഒറ്റക്ക് നിൽക്കാൻ പറ്റൂലല്ലോ. മറ്റേനെ അടുത്ത് പോകുന്നതിനെ കൂടി പിടിച്ചിട്ട് രണ്ടായിട്ടാണ് നിൽക്കുക. അതിനാണ് ഈ കൈ ബോണ്ട്. കെമിസ്ട്രിയിൽ ബോണ്ട് എന്ന് പറയും. മറ്റേനെ പിടിക്കുന്ന സാധനം ബോണ്ട്. ബോണ്ട് ചെയ്യുക, കൂടിച്ചേരുക. കൈ കൊണ്ടാണ് പിടിച്ച് കൂട്ടിച്ചേർക്കുന്നത്. അപ്പം ഇവിടെ കൈ എന്ന് പറയും, അവിടെ ബോണ്ട് എന്ന് പറയും. കെമിസ്ട്രിയിൽ ആ വ്യത്യാസമുള്ളൂ. ഹസിച്ചു കൊണ്ടുപോകുന്ന അങ്ങേക്കും നമസ്കാരം. നേരിയതും ഗൗരവമുള്ളതും ആഘാതമേൽപ്പിക്കുന്നതുമായ അങ്ങേക്കും. നേരിയ എന്തെങ്കിലും വസ്തുക്കളുണ്ടെങ്കിൽ അതിലും എന്ത് തന്നെയാണ്? ആറ്റം തന്നെയാണ്. ഗൗരവമുള്ള എന്ത് വസ്തു ആയാലും അതും ആറ്റം തന്നെയാണ്. ആഘാതം ഏൽപ്പിക്കുന്ന എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടെങ്കിൽ അപ്പം നമുക്ക് ആഘാതം ഏൽപ്പിക്കുന്ന എന്താണ്? സൾഫ്യൂരിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. അതെല്ലാം നമ്മുടെ ശരീരത്തിൽ വീണാൽ പൊള്ളും. അതും എന്ത് തന്നെയാണ്? ആറ്റങ്ങളാണ്. ആറ്റങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയാണ്. ധനവർഷകനായ അങ്ങേക്ക് നമസ്കാരം. ധനം നേടിത്തരുന്നത് എന്താണ്? ആറ്റങ്ങളെ കൊണ്ടാണ്. ആറ്റങ്ങളെ കൊണ്ട് പലതും ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ധനം നേടിത്തരുന്നത്. ദേവഹൃദയങ്ങളിൽ, ദേവന്മാരുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നത് എന്ത് തന്നെയാണ്? ആറ്റങ്ങൾ തന്നെയാണ്. അത് കഥയിലെടുക്കുകയാണെങ്കിൽ ദേവന്മാരെപ്പോഴും രുദ്രനെയും ചിന്തിച്ചുകൊണ്ട് നടക്കുന്നത് എന്ന നിലയിലും എടുക്കാം. ജീർണിക്കാതിരിക്കുന്നവന്. ഒരിക്കലും ജീർണിക്കാത്ത വസ്തു ഏതാണ്? ഇല ജീർണിക്കും, നമ്മളെ ശരീരം ജീർണിക്കും, മണ്ണെല്ലാം ജീർണിക്കും. പക്ഷേ അവസാനം എപ്പോഴും ഒന്ന് മാത്രം ജീർണിക്കാതിരിക്കും. ഇപ്പം വെള്ളം എന്നത് ജീർണിച്ചിട്ട് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് വേണ്ടി സ്പ്ലിറ്റായി പോകാം. പക്ഷേ എപ്പോഴും നിലനിൽക്കുന്ന സാധനം ഏതാണ്? ഹൈഡ്രജൻ ആറ്റം. ഈ ആറ്റങ്ങളാണ്. ഒരിക്കലും ജീർണിക്കാതെ. ഇപ്പം പഞ്ചസാര എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കാർബണും ഹൈഡ്രജനും ഓക്സിജനും ഒരു പ്രത്യേക റേഷ്യോയിലാണ്. കാർബൺ എടുത്ത് കത്തിച്ച് കളഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് ആ പഞ്ചസാര നഷ്ടപ്പെടും, ആ തന്മാത്ര നഷ്ടപ്പെടും. പക്ഷെ അവശേഷിക്കുന്ന എന്തായിരിക്കും? കാർബണും ഹൈഡ്രജനും ഓക്സിജനും. ആറ്റങ്ങൾ എന്തായാലും നശിക്കില്ല. ഇപ്പം കെമിസ്ട്രി പഠിച്ചവർക്ക് ഇതെല്ലാം വെച്ച് ചിന്തിച്ചാൽ, ഏതെങ്കിലും വെച്ച് ചിന്തിക്കുമ്പോൾ പിടികിട്ടും എന്താണ് രുദ്രൻ എന്ന്. അല്ലാതെ നമ്മൾ രുദ്രൻ എന്നെല്ലാം വിചാരിച്ചു കഴിഞ്ഞാൽ കഥയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനൊരു കഥ രൂപത്തിൽ, ചിത്രരൂപത്തിൽ വരച്ചു വെച്ചിട്ടുണ്ട്. തലയിൽ ഇങ്ങനെ പാമ്പെല്ലായി, ആ കഴുത്തിൽ പാമ്പെല്ലായിട്ട് ഗംഗ ഇങ്ങനെ ഒഴുകിക്കൊണ്ട്. അപ്പം നമ്മൾ ഏതോ ഒരാളിങ്ങനെ ജനിച്ചിട്ടുണ്ടായിരുന്നു, പണ്ടിങ്ങനെ ഉണ്ടായിരുന്നു, എല്ലാം എവിടെയോ മറിഞ്ഞു കിടക്കുന്നുണ്ട്. ഇങ്ങനെയെല്ലാം ചിന്തിച്ച് ഒരു ബിംബമെല്ലാം ഉണ്ടാക്കി ആരാധിച്ച് കിടക്കുകയാണ്. സംഗതി എന്താണ്? അല്പം കെമിസ്ട്രി പഠിച്ചിട്ട് ഇതെല്ലാം എടുത്ത് വായിച്ചു നോക്കിയാൽ ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കണ്ടീഷൻ എന്തായിരിക്കും? ആറ്റമായിരിക്കും. അതിന് കുറച്ച് കെമിസ്ട്രി പഠിക്കണം. പഠിക്കാതെ വേദങ്ങൾ പഠിച്ചിട്ട് അല്ലെ ആരും വേദം തൊടാതെ. ജീർണിക്കാതിരിക്കുന്നവനും രോഗങ്ങളെ ശമിപ്പിക്കുക. രോഗങ്ങളെ ശമിപ്പിക്കുന്ന എന്താണ്? മരുന്നുകൾ. മരുന്നുകളിൽ എന്താണുള്ളത്? എത്ര സിമ്പിളായിട്ടാണ് അവർ പറഞ്ഞു തന്നിരിക്കുന്നത്. ഇതിനെ നമുക്ക് പക്ഷെ കുറച്ച് ബുദ്ധി ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കിക്കൊള്ളണം ഏതായിരിക്കണം. മരുന്നുകളിലുള്ള എന്താണ്? ആറ്റങ്ങൾ. അങ്ങേക്ക് നമസ്കാരം. ഇനി 47.
മനുഷ്യർക്ക് മോക്ഷം നൽകുന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യമെല്ലാം സാധിപ്പിക്കുന്നതിൽ സഹായിക്കുന്നു. അന്ന് ധനത്തോട് പറ്റിച്ചേരുന്നില്ല. അത് നമുക്ക് ധനം നേടിത്തരുന്നുണ്ട്, പക്ഷേ ധനത്തോടൊന്നും അതിന് താല്പര്യമൊന്നും ഇല്ല. മനുഷ്യരെയോ അവരുടെ ഗോക്കളെയോ അങ്ങ് ഒരിക്കലും ദ്രോഹിക്കരുത്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അത് ചിലപ്പോൾ മനുഷ്യരെയും ഗോക്കളെയും ദ്രോഹിക്കും. എങ്ങനെയാണ് മനുഷ്യരെയും ഗോക്കളെയും ദ്രോഹിക്കുന്നത്? ചിലപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഫുഡ് പോയ്സൺ, ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ അവർ ആ ഛർദ്ദിച്ച സാധനം എല്ലാം എടുത്ത് പരിശോധിച്ചിട്ട് പറയും ഇന്ന പോയ്സണാണ്. കെമിക്കൽ വസ്തു അവർ കണ്ടെത്തുന്നത് എന്താ? കെമിക്കൽ വസ്തു. അതെന്താണ്? ആറ്റങ്ങളെ കൊണ്ട് നിർമ്മിച്ച വസ്തുക്കൾ. പശുക്കൾ ചിലപ്പം എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നോക്കിയിട്ട് പറയുന്ന വസ്തു എന്തോ തിന്നിട്ടാണ്. അപ്പോൾ ഉപദ്രവിക്കരുത് എന്ന് പറയുകയാണ്. അപ്പം രുദ്രന്മാർ ചിലപ്പോൾ മനുഷ്യരെ ഗോക്കളെക്കെല്ലാം ഉപദ്രവം ചെയ്യും. ഇനി 48 വിഷമതകളെ ഇല്ലാതാക്കുന്നത് രുദ്രനാണ്. എങ്ങനെയാണ് വിഷമതകളെ ഇല്ലാതാക്കുക? നമ്മളെ മനസ്സിനെ ശാന്തമാക്കുക. നമ്മളെ മനസ്സിനെ ശാന്താക്കാൻ ഡോക്ടറെ അടുത്ത് പോയാൽ ഭയങ്കര ടെൻഷൻ അത് ഇതെന്ന് പറഞ്ഞാൽ വല്ല ഗുളിക തരും. ഗുളിക തന്നു കഴിഞ്ഞാൽ അത് കഴിക്കുമ്പോൾ ആ പ്രഷറും എല്ലാം അങ്ങ് പോകും. അപ്പം ശാന്തമാകും. എന്താ ഈ ഗുളികേനെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ആറ്റങ്ങളെ കൊണ്ട്. ശത്രുക്കളെ നശിപ്പിക്കുന്നവനുമായ ശത്രുക്കളെ നശിപ്പിക്കാൻ എന്ത് ചെയ്താൽ മതി? ബോംബിട്ടാൽ മതി. ബോംബ് എന്തിനെ കൊണ്ട് ഉണ്ടാക്കിയതാ? ആറ്റങ്ങളെ കൊണ്ട്. അങ്ങേക്കായി നമ്മൾ സ്തവങ്ങൾ അർപ്പിക്കുന്നു. അത് യജ്ഞം ചെയ്യുമ്പോൾ മനുഷ്യർക്കും മൃഗങ്ങൾക്കും അങ്ങ് ശാന്തി നൽകിയാൽ, എല്ലാത്തിനെയും ശാന്തമാക്കാനുണ്ടെങ്കിൽ അതിനുള്ളതായ മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ രോഗമെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയിട്ട് ശാന്തമാക്കി കൊടുക്കും. ജഗത്തിലെ എല്ലാവർക്കും അനുഗ്രഹം ചൊരിഞ്ഞാലും ആറ്റങ്ങൾ തന്നെയാണ് എല്ലാവർക്കും അനുഗ്രഹം ചൊരിയുന്നത്. രുദ്രന്റെ ഗുണകരമായ രൂപം. രുദ്രന്റെ രൂപം സംസാര സാഗരത്തിന് മരുന്നാകുന്നു. അപ്പം ഈ സംസാര സാഗരത്തിലുള്ള എല്ലാവരുടെയും കഷ്ടപ്പാടാനുള്ള മരുന്ന് രുദ്രനിലൂടെയാണ്. രോഗം വന്നു കഴിഞ്ഞാൽ ആറ്റങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ആറ്റങ്ങൾ അടങ്ങിയ മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് ചികിത്സിക്കണം. വേറെ വല്ല പ്രശ്നമുണ്ടെങ്കിൽ, വല്ല നമുക്ക് ദോഷം ചെയ്യുന്ന പല കീടങ്ങളുണ്ടെങ്കിൽ കീടനാശിനികൾ ഉപയോഗിച്ചിട്ട് അവയെ നശിപ്പിക്കുക. നമുക്ക് വിശക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കഴിക്കുക. ഭക്ഷണവും ആറ്റങ്ങളെ കൊണ്ട് തന്നെയാണ്. അപ്പം നമ്മുടെ സംസാര സാഗരത്തിലുള്ള എല്ലാ കഷ്ടപ്പാടും തീർക്കാൻ സഹായിക്കുന്നത് രുദ്രൻ മാത്രമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള അങ്ങയുടെ അനുഗ്രഹത്താൽ നമ്മുടെ ജീവിതം പരിപോഷിപ്പിക്കപ്പെടട്ടെ. ഇപ്പം രുദ്രനാണ് നമ്മുടെ ശരീരത്തെയെല്ലാം പരിപോഷിപ്പിക്കുന്നത്. ഇനി 50 രുദ്രൻ്റെ ആയുധത്തിൽ നിന്നും ഞങ്ങളെ സ്വതന്ത്രമാക്കട്ടെ. രുദ്രൻ ചിലപ്പോൾ നമുക്ക് ദോഷങ്ങളും ചെയ്യും. റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ആണെങ്കിൽ, ചില രാസവസ്തുക്കളാണെങ്കിൽ, ചില വിഷവാതകങ്ങളാണെങ്കിൽ നമുക്ക് ദോഷം ചെയ്യും. അതിൽ നിന്നും നമ്മളെ സ്വതന്ത്രരാക്കട്ടെ. ഇപ്പം രുദ്രൻ എന്ന് പറയുന്നത് നമുക്ക് ഗുണകരമായിട്ടുള്ളതുകൊണ്ട് നമുക്ക് ദോഷം ചെയ്യുന്ന ആറ്റങ്ങളുമുണ്ട്. അപ്പം അതിൻ്റെ ആയുധം തന്നെയാണ്. ആയുധം ഉപയോഗിച്ച് ശത്രുക്കളെ കൊല്ലാൻ ഉപയോഗിക്കാം. ചിലപ്പം തിരിച്ചും നമ്മളെ നേരെയും പ്രയോഗിച്ചെന്ന് വരും. ഞങ്ങളുടെ ബുദ്ധിയെ നിയന്ത്രിക്കുന്ന തേജസ് നിറഞ്ഞ ആയുധം വിഷമതകളെ ഉണ്ടാക്കുന്ന മനുഷ്യരെ ദ്രോഹിക്കുന്നു. നമ്മളെ മനസ്സിന് വിഷമതകൾ ഉണ്ടാകുമ്പോൾ രുദ്രൻ നമ്മളെ അതിനെ ശാന്തമാക്കും. അതിനുള്ള മരുന്നുകൾ, ശാന്തത നൽകുന്ന, ടെൻഷൻ കുറക്കുന്ന മരുന്നെല്ലാം കഴിച്ചാൽ മതി. അപ്പം കുറേ ആശ്വാസം കിട്ടും. ഒന്നുമില്ലെങ്കിൽ ഉറങ്ങിയാൽ മതി. പിന്നെ അല്ലെങ്കിൽ എന്തടിച്ചാൽ മതി? കഞ്ചാവ് അടിക്കുന്നുണ്ടല്ലോ ചിലവർ. ഈ വിഷമം തീർക്കാൻ വേണ്ടിയിട്ടാണ് കഞ്ചാവ് അടിക്കുന്നത്. എന്താ ആവശ്യം? പിന്നെ ഈ ലോകത്തിലൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ മദ്യം കഴിക്കുന്നത്. വിഷമം വരുമ്പോൾ മദ്യം അടിച്ച് കയറ്റും. പിന്നെ ഈ ലോകത്തിൽ നടക്കുന്ന കാര്യമൊന്നും ശ്രദ്ധിക്കണ്ടല്ലോ. സുഖം. ഈ മദ്യം എന്താണ്? ആറ്റങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയതാണ്.
അങ്ങ് ഒരിക്കലും അങ്ങയുടെ ഭക്തന്മാർക്ക് നേരെ ആയുധങ്ങൾ പ്രയോഗിക്കരുത്. അപ്പം അങ്ങയുടെ ഈ ദുഷിച്ച ആയുധങ്ങളൊന്നും അങ്ങയുടെ ഭക്തന്മാർക്ക് നേരെ പ്രയോഗിക്കരുത്. എന്തെല്ലാമാണ് ദുഷിച്ച ആയുധങ്ങൾ? ആറ്റത്തിൽ നിന്ന് റേഡിയേഷൻ ഉണ്ടാകാം, ആറ്റത്തിൽ നിന്ന് വരുന്നതാണ് വൈദ്യുതി, ചിലപ്പോൾ ഷോക്കടിക്കാം, പലതരം റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് നമുക്ക് ദോഷം ചെയ്യാം, ന്യൂക്ലിയർ ബോംബ് നമുക്ക് ഹാനികരമാണ്, പല പോയിസണസ് വസ്തുക്കളും അതിൽ നിന്ന് പുറത്തേക്ക് വരാം. അതുകൊണ്ട് ഇതൊന്നും അങ്ങയുടെ ഭക്തന്മാരെ എന്ന് പറഞ്ഞാൽ അങ്ങയെ സേവിച്ച് അങ്ങയെ മനസ്സിലാക്കിയിട്ട് നല്ല നിലയിൽ അങ്ങയെ ഉപയോഗിക്കുന്ന ആൾക്കാർ, ഭക്തന്മാർ, അങ്ങനെയുള്ള ആൾക്കാർക്ക് ദോഷം ചെയ്യരുതേ എന്ന് പറയാണ്. മറ്റുള്ളവരെ എന്ത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. കരുണ നിറഞ്ഞ അങ്ങ് നല്ല കരുണയുള്ളതാണ്. നമുക്ക് എന്തെല്ലാം വേണമെന്ന് വെച്ചാൽ അതെല്ലാം സാധിപ്പിക്കും. നമ്മൾ ഇന്ന് കഴിക്കുന്ന പലതരം ഡ്രിങ്ക്സുകളെല്ലാം എന്താണ്? ഭക്ഷണങ്ങളെല്ലാം അതിൻ്റെ സംഭാവനയാണ്. ഇന്നുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെല്ലാം തന്നെ അതിൻ്റെ സംഭാവനയാണ്. അങ്ങ് നമ്മുടെ പൗത്രാദികൾക്ക് നേരെയും ആയുധം പ്രയോഗിക്കരുത്. അപ്പോൾ അങ്ങേരുടെ അടുത്ത് വേറെ ആയുധങ്ങളെല്ലാം ഉണ്ട്, വിഷകരമായ ആയുധങ്ങൾ, ദോഷം ചെയ്യുന്ന ആയുധങ്ങൾ. അതൊന്നും നമ്മുടെ പൗത്രാദികളുടെ നേരെയൊന്നും പ്രയോഗിക്കരുതേ എന്ന് പറയുകയാണ്. അപ്പം ഇതെല്ലാം വെച്ച് ചിന്തിച്ചാൽ ഇതെല്ലാം ഒത്തുവരുന്ന ഒരു സാധനമേ ഉള്ളൂ, അത് ആറ്റം. അപ്പം രുദ്രൻ ആരാണ്? ശിവൻ ആരാണ്? രുദ്രൻ ആരാണ്? ആറ്റം.